നമസ്കാരം. ഒടുവിൽ പിണറായി തറപ്പിച്ച് തന്നെ പറഞ്ഞു, കടക്ക് പുറത്ത്. മുൻ MLA ആയ, മുൻ KTDC ചെയർമാനായ PK ശശിയോട് അവസാനം പിണറായി വിജയനും CPM-ഉം തീർത്തു പറഞ്ഞിരിക്കുന്നു, കടക്ക് പുറത്ത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഏതു വിധേനയും തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളെ കൂടെ നിർത്തുവാൻ വേണ്ടി പെടാപ്പാട് പെടുന്നതിനിടയിലാണ് പാലക്കാട് CPM-ന്റെ വിമതർ സംഘടിപ്പിച്ച യോഗത്തിൽ സംബന്ധിച്ചുകൊണ്ട് ശശി സർക്കാരിനും പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റിനുമെതിരെയെല്ലാം വലിയൊരു ബോംബ് തന്നെ പൊട്ടിച്ചിരിക്കുന്നത്. CPM-ൽ നടക്കുന്ന അരാജകത്വവും അഴിമതിയും സ്വജനപക്ഷപാതവും തുറന്നു കാണിക്കുന്നതായിരുന്നു ഇന്ന് പാലക്കാട് നടന്ന വിമതരുടെ യോഗത്തിൽ ശശിയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ അങ്ങനെയായിരുന്നു. ഈ പാർട്ടി രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചില അഴിച്ചുപണികൾ, ചില തിരുത്തെഴുത്തലുകൾ, പൊളിച്ച് എഴുത്തലുകൾ ആവശ്യമാണ് എന്ന് തന്നെയാണ് ശശി പറഞ്ഞത്. ഒരു പൊളിച്ചെഴുത്തലൂടെ അല്ലാതെ ഈ പാർട്ടിക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വിമതർ എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളെയാണ് എന്നാണ് ശശി പറഞ്ഞത്. ഭരിക്കുന്ന വർഗത്തിന് ഓശാന പാടാൻ പറ്റാത്ത ആളുകളെ, നിലപാടുകളുള്ള ആളുകളെ വിമതർ എന്ന് മുദ്രകുത്തി പുറത്താക്കുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല. എന്തായാലും 2 വർഷക്കാലത്തിലേറെയായി പാർട്ടിയുമായി ശശി ഭിന്ന സ്വരത്തിൽ തന്നെയായിരുന്നു, സ്വരച്ചേർച്ചയിലായിരുന്നില്ല. പല പ്രാവശ്യവും പാർട്ടി ശശിക്കെതിരെ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. പലപ്പോഴും പാർട്ടിക്ക് പുറത്തു നിൽക്കേണ്ടതായി ശശിക്ക് വന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ആ നടപടിക്രമങ്ങളെല്ലാം ലഘൂകരിക്കപ്പെടുകയും പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്ന ശശിയെയാണ് നമ്മൾ കണ്ടത്. പാലക്കാട് തന്നെയുള്ള DYFI പ്രവർത്തകരായ ചില പെൺകുട്ടികൾ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള പരാതിയിൽ പാർട്ടി തല അന്വേഷണത്തിൽ തീവ്രത കുറഞ്ഞ പീഡനമാണ് നടന്നിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിവാദപരമായ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അന്ന് പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ ചുമതലയുണ്ടായിരുന്ന PK ശ്രീമതി ടീച്ചറും AK ബാലനുമെല്ലാമായിരുന്നു അന്ന് അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയത്. ശശിയുടെ പേരിലായിരുന്നു അന്ന് DYFI-ക്കാർ കുട്ടികൾ പീഡന പരാതികൾ കൊടുത്തിരുന്നത്. എന്നാൽ അത് പോലീസിന് പരാതി കൈമാറാതെ പാർട്ടി തലത്തിൽ, പാർട്ടിക്ക് സ്വന്തമായി പോലീസും അന്വേഷണ കമ്മീഷനും എല്ലാം ഉണ്ട് എന്ന് പാർട്ടിയുടെ മുൻ വനിതാ നേതാവ് മൺമറഞ്ഞ ജോസഫൈൻ പറഞ്ഞതുപോലെ പാർട്ടി തന്നെ സ്വന്തം കമ്മീഷനെ വെച്ച് ആ പീഡന പരാതി അന്വേഷിക്കുകയായിരുന്നു. പീഡന പരാതി അന്വേഷിച്ചിരുന്ന കമ്മീഷൻ കണ്ടെത്തിയത്, ശ്രീമതി ടീച്ചർ കണ്ടെത്തിയത്, അല്ലെങ്കിൽ AK ബാലൻ കണ്ടെത്തിയത്, പീഡനം നടന്നിട്ടുണ്ട്, എന്നാൽ തീവ്രത കുറഞ്ഞ, ആഴം കുറഞ്ഞ പീഡനമാണ് നടന്നിരിക്കുന്നത് എന്നാണ് അവർ റിപ്പോർട്ട് നൽകിയത്. എങ്ങനെയാണ് പീഡനത്തിന്റെ തീവ്രതയും ആഴവും അളക്കുവാനുള്ള ഉപകരണം ഇവരുടെ കയ്യിൽ വന്നുവിട്ടത്? AK ബാലന്റെ കയ്യിൽ ഇപ്പോഴും ആ ഉപകരണം ഉണ്ടോ എന്നൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്ന് ഇപ്പോഴും ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അത് അന്ന് PK ശശിയെ കുറിച്ചുള്ള വിവാദങ്ങൾക്ക് ഒടുവിൽ തന്നെയായിരുന്നു ഇത്തരം നടപടിക്രമങ്ങൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പിന്നീട് ശശി പാർട്ടിയിലേക്ക് തിരിച്ചെത്തുന്നതാണ് കണ്ടത്. KTDC-യുടെ ചെയർമാനായി ശശി സേവനമനുഷ്ഠിക്കുന്നതെന്നും കണ്ടു. എന്നാൽ കുറെ കാലങ്ങളായി പാർട്ടിയുമായി ഭിന്ന സ്വരത്തിൽ തന്നെയായിരുന്നു ശശി. എന്നാൽ ഇപ്പോൾ കൃത്യമായി 2026 തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് തന്നെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയും MV ഗോവിന്ദനും അടങ്ങുന്ന സഖാക്കൾ പാർട്ടിയിൽ നിന്നും ശശിയെ പടിയടച്ച് പിണ്ണം വയ്ക്കിയിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇത് ശശിയെ സംബന്ധിച്ചിടത്തോളം ഒരു അസുലഭ അവസരമായി മാറി. കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുന്ന സമയത്ത്, തൊട്ടു മുന്നിൽ തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സമയത്ത് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയതിന്റെ പേരിൽ ഇനി സ്വതന്ത്രമായി ഏത് പാർട്ടിക്കൊപ്പം വേണമെങ്കിലും ശശിക്ക് കൂട്ടുകൂടാം. അല്ല എന്നുണ്ടെങ്കിൽ സ്വതന്ത്രനായി തന്നെ മത്സരിക്കാം, മറ്റേതെങ്കിലും പാർട്ടിയുടെ പിന്തുണ നേടാം. UDF ശശിക്ക് പിന്തുണ നൽകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് നിന്നും UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശശി മത്സരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും പിണറായി വിജയന് പാലക്കാട് വലിയ തിരിച്ചടി കൊടുക്കും എന്ന് തന്നെയാണ് വിമതപക്ഷം ഇന്ന് പാലക്കാട് നടത്തിയ യോഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പാലക്കാട് നടത്തിയ വിമതരുടെ യോഗത്തിൽ ശശി പങ്കെടുത്തു എന്നുള്ള കാരണം കൂടി കാണിച്ചാണ് അവസാന നിമിഷത്തിൽ ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുവാനുള്ള തീരുമാനം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ പാർട്ടിക്കൊപ്പം ചേർന്ന് നിന്നിരുന്ന ആളുകളെ പാർട്ടിക്കെതിരെ, അല്ലെങ്കിൽ പാർട്ടിയുടെ നയവൈകല്യങ്ങൾക്കെതിരെ സംസാരിച്ചതിന്റെ പേരിൽ വിമതർ എന്ന് മുദ്രകുത്തി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി പിണറായിയും CPM-ഉം ഇടതുപക്ഷവും വളരെ വിയർക്കേണ്ടതായി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ശശിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിലൂടെ ശശിക്ക് ശാപമോക്ഷമായിരിക്കുന്നു. പിണറായി വിജയനും CPM-നും അത് വലിയ ശാപമായിരിക്കും. തീർത്താൽ തീരാത്ത
ബാധ്യതയായി മാറും. 2026 തെരഞ്ഞെടുപ്പിൽ ശശി CPM-ന് വലിയ തിരിച്ചടികൾ നൽകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.